ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ടോക്ക് ഹിസ്റ്ററി. സോ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴും ആർക്കൊക്കെയോ ക്ലാസ് നേരിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ട്. അതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. എന്തൊക്കെയായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇന്നോവേഷൻസ്, എന്തൊക്കെയായിരുന്നു കണ്ടുപിടുത്തങ്ങൾ, എന്തൊക്കെയായിരുന്നു അതിന്റെ ഇമ്പാക്ട് എന്താണ്, എന്തൊക്കെ ഡെവലപ്മെന്റുകളാണ് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇന്നോവേഷൻസ് എന്താണ്? പ്രധാനപ്പെട്ട ഈ ഡെവലപ്പിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്നോവേഷൻസ് ആണ് ഫ്ലൈയിങ് ഷട്ടിൽ. അത് ഇന്നോവേറ്റ് ചെയ്ത ആരാണ്? ജോൺ കെ. അതുപോലെ തന്നെ സ്പിന്നിങ് ജെന്നി ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. കോട്ടൺ ജിന്ന് എലി വൈറ്റിൻസ്കി. അതുപോലെ തന്നെ സ്റ്റീം എഞ്ചിൻ തോമസ് ന്യൂകമൻ. ദെൻ വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്നോവേഷൻസ്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുഖ്യമായിട്ട് വന്നിട്ടുള്ള ഇന്നോവേഷൻസ് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഇന്നോവേഷൻസ് ആണ്. തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഇന്നോവേഷൻ നടത്തിയ ഇന്നോവേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ ഇന്നോവേറ്റ് ചെയ്തത് ജോൺ കെ ഇൻ 1733. 1733 ഫ്ലൈയിങ് ഷട്ടിൽ ഇന്നോവേറ്റ് ചെയ്തത്. ദ ഫ്ലൈയിങ് ഷട്ടിൽ വാസ് യൂസ്ഡ് വിത്ത് ദ ട്രഡീഷണൽ ഹാൻഡ്ലൂം ആൻഡ് ഹെൽപ്ഡ് improve weaving efficiency and reduced labor needs because it could be operated with only one operator. എന്താണ് ഈ ഫ്ലൈയിങ് ഷട്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്? ട്രഡീഷണൽ ഹാൻഡ്ലൂം, കൈത്തറി നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, അതിന് പകരമായിട്ട് വീവിങ് എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് എന്ത്? ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരുപാട് ഓപ്പറേറ്റേഴ്സ് വേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ലേബേഴ്സ് വേണ്ട, ലേബേഴ്സിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ഒറ്റ ഓപ്പറേറ്ററിനെ കൊണ്ട് ഈ ഒരു വീവിങ് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. വീവിങ് വാസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ക്ലോത്ത് ഔട്ട് ഓഫ് മെനി ഡിഫറെന്റ് സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡ്സ്. വീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് നൂലുകൾ ഉപയോഗിച്ചിട്ട് എന്താണ്, ഒരുപാട് ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ക്ലോത്ത് നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ തുണി നിർമ്മിക്കുന്നതിനെയാണ് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് വീവിങ് എന്ന്. വൺ ഓഫ് ദ മെയിൻ ഇൻഡസ്ട്രീസ് ദാറ്റ് ബെനിഫിറ്റഡ് ഫ്രം ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ തുണി നിർമ്മാണ വ്യവസായം എന്ന് പറയുന്നത്. Okay, the textile industry was based on the development of cloth and clothing. എന്താണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്ഡ് ആയത്? എങ്ങനെയാണ്? ക്ലോത്തിലൂടെയും ക്ലോത്തിങ്ങിലൂടെയുമാണ് ഡെവലപ്ഡ് ആയതെന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? സ്പിന്നിങ് ജെന്നി. ദ സ്പിന്നിങ് ജെന്നി ഇതെന്നാണ് ഇന്നോവേറ്റ് ചെയ്തത്? 1764. 1764 സ്പിന്നിങ് ജെന്നി ഇന്നോവേറ്റ് ചെയ്തത്. ആരാണ് ഇന്നോവേഷൻ നടത്തിയത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഇംഗ്ലണ്ടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. സ്പിന്നിങ് ജെന്നി വാസ് അനദർ എക്സാമ്പിൾ ഓഫ് ഗ്രേറ്റ് ഇന്നവെൻഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നോവേഷൻ തന്നെയാണ് ഇൻവെൻഷൻ തന്നെയാണ് എന്ത്? സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. ദ സ്പിന്നിങ് ജെന്നി വാസ് എ മെഷീൻ ദാറ്റ് യൂസ്ഡ് എ ലാർജ് വീൽ ടു സ്പിൻ മെനി സ്പിൻഡിൽസ് ഓഫ് ത്രെഡ് അറ്റ് വൺസ്. എന്താണ് ഇത്? ഒരു മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലാർജ് വീലുള്ള ഒരു സ്പിൻ ചെയ്യുന്ന ലാർജ് വീലുള്ള മെഷീനാണ്. എന്താണ്? ഒരേ സമയത്ത് എന്താണ് ഒരുപാട് ത്രെഡുകളെ വീവ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഒരേ സമയത്ത് ഒരു ത്രെഡല്ല, ഒരുപാട് ത്രെഡുകളെ വീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. ദ ഇൻവെൻഷൻ ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ എബിലിറ്റി ഓഫ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചേഴ്സ് ആൻഡ് വാസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ കോട്ടൺ. എന്താണ്? ടെക്സ്റ്റൈലിൽ മാനുഫാക്ചറിങ് ഇൻക്രീസ് ചെയ്യുവാൻ, അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുവാൻ ഈ ഒരു ഇൻവെൻഷൻ സഹായിക്കുകയും കോട്ടൺ ഉൽപാദനത്തിൽ, മെയിനായിട്ട് കോട്ടൺ ഉൽപാദനത്തിലാണ് ഇതിൻ്റെ വർധനവുണ്ടായത്. ഇറ്റ് ഹാസ് ലോങ് ബീൻ ക്രെഡിറ്റഡ് ആസ് ദ മെയിൻ ഡ്രൈവർ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ മോഡേൺ ഫാക്ടറി സിസ്റ്റം. മോഡേൺ ഫാക്ടറി സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ഡ്രൈവർ ആയിരുന്നു എന്നാണ് പറയുന്നത് സ്പിന്നിങ് ജെന്നിന്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കോട്ടൺ ജിൻ. കോട്ടൺ ജിൻ എന്താണെന്ന് നോക്കാം. എ സിഗ്നിഫിക്കൻറ്റ് ഇൻവെൻഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് ദ കോട്ടൺ ജിൻ. കോട്ടൺ ജിൻ ആയിരുന്നു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻ. ഇത് ഇൻവെന്റ് ചെയ്ത ആരാണ്? എലി വൈറ്റിൻസ്കി ആണ്. 1793 കോട്ടൺ ജിൻ ഇൻവെന്റ് ചെയ്തത്.
It was an important development to the textile industry. With the seeds and fibers separated more efficiently, it became much easier for farmers to use the fibers to make cotton goods like linen. എന്താണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ സീഡ്സും ഫൈബേഴ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ളൊരു മിഷനായിരുന്നു കോട്ടൺ ജിൻ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ് ഫാർമേഴ്സിന് കോട്ടനും അതുപോലെ തന്നെ ലിനൻ ഉൽപ്പന്നങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുവാൻ ഈ ഫൈബേഴ്സിലൂടെ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. They could also simultaneously separate seeds for more crop growth or the production of cotton seed oil. എന്താണ് ഇത് ഒരേ സമയം രണ്ട് ഉപകാരപ്പെട്ടു. കോട്ടൺ ജിൻ കൊണ്ട് രണ്ട് ഉപകാരങ്ങൾ ഉണ്ടായി. ഒന്നെന്താണ് ക്രോപ്പിന്റെ ഗ്രോത്ത് കൂട്ടുവാനും സീഡ്സ് ഉപയോഗിച്ച് ക്രോപ്പിന്റെ ഗ്രോത്ത് കൂട്ടുവാനും അതുപോലെ തന്നെ കോട്ടൺ സീഡ് ഓയിലിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഒക്കെ സഹായിച്ചു. ദ മെഷീൻ ഹെൽപ്ഡ് ടു ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് കോട്ടൺ യൂസേജ്. എന്താണ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും കോട്ടൺ യൂസേജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. The cotton gin helped to increase production of cotton in the United States and made cotton into a profitable crop. എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കോട്ടൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മാർഗമായിട്ട് കോട്ടനെ മാറ്റുകയും ചെയ്തു. The machine helped to strengthen the US economy and laid the foundation for the slave trade. എന്താണ് കോട്ടൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു മെഷീനിലൂടെ എന്താണ് US-ന്റെ എക്കോണമിയെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുകയും അവരുടെ സ്ലേവ് ട്രേഡിനെ ഒരു ഫൗണ്ടേഷൻ ഇടുകയും ചെയ്തു. അത് പക്ഷെ ഒരു ഉപകാരമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് സ്റ്റീം എഞ്ചിൻ. ഓക്കെ, സ്റ്റീം എഞ്ചിൻ വെയർ യൂസ്ഡ് ഇൻ ഓൾ സോർട്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ഫാക്ടറീസ്, മൈൻസ്, ലോക്കോമോട്ടീവ്സ് ആൻഡ് സ്റ്റീം ബോട്ട്സ്. എന്താണ് സ്റ്റീം എഞ്ചിൻ എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടിരുന്നത്? ഒരുപാട് ഫാക്ടറികളിൽ, മൈനിങ് നടത്തുന്ന സ്ഥലങ്ങളിൽ, ലോക്കോമോട്ടീവ്സിൽ, സ്റ്റീം ബോട്ടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ദ ഫസ്റ്റ് യൂസ്ഫുൾ സ്റ്റീം എഞ്ചിൻ വാസ് ഇൻവെന്റഡ് ബൈ തോമസ് ന്യൂകമൻ ഇൻ 1712. 1712 തോമസ് ന്യൂകമൻ ആണ് ഈ ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയത്. ന്യൂകമൻ എൻജിൻ വാസ് യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഔട്ട് ഓഫ് മൈൻസ്. എന്താണ് മൈനുകളിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് ചെയ്തത്? സ്റ്റീം എൻജിൻ യൂസ് ചെയ്തത്. സ്റ്റീം എൻജിൻസ് യൂസ് ഹോട്ട് സ്റ്റീം ഫ്രം ബോയിലിംഗ് വാട്ടർ ടു ഡ്രൈവ് എ പിസ്റ്റൺ ബാക്ക് ആൻഡ് ഫോർത്ത്. അത് സ്റ്റീം എൻജിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ദ മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ വാസ് ദെൻ യൂസ്ഡ് ടു പവർ എ മെഷീൻ ഓർ ടേൺ എ വീൽ. To create the steam, most steam engines heated the water by burning coal. എന്താണ് സ്റ്റീം എൻജിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യുക? മോസ്റ്റ് എൻജിനുകൾ സ്റ്റീം ചെയ്തിട്ട് സ്റ്റീം ജെൻറ്റിൻ ഉപയോഗിച്ചിട്ട് വാട്ടറിനെ കോളിനെ ബേൺ ചെയ്തിട്ട് ആണ് ഈ സ്റ്റീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ദ സ്റ്റീം എൻജിൻ ഹെൽപ്ഡ് ടു power the industrial revolution. Steam power allowed the factories to be located anywhere. It also provided reliable power and could be used to power large machines. Next one ആണ് വാട്ടർ ഫ്രെയിം. എ സിഗ്നിഫിക്കൻറ്റ് ഇൻവെൻഷൻ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻ ആണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ. ഇൻവെന്റ് ചെയ്തത് ആരാണ്? റിച്ചാർഡ് ഓർക്രൈറ്റ് ആണ്. 1769 റിച്ചാർഡ് ഓർക്രൈറ്റ് ഈ സ്റ്റീം എൻജിൻ ഇൻവെന്റ് ചെയ്യുന്നത്. റിച്ചാർഡ് ഓർക്രൈറ്റ് developed a spinning machine called a water frame which could produce strong yarn. The machine replaced the need for manual labor and enabled the production of inexpensive spun cotton by using the moving force of a creek or river that spun a shaft. The machine was important at the time because cotton was used for clothing and other everyday items. എന്താണ് മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ മെഷീൻ ഇമ്പോർട്ടൻ്റ് ആയത്? എന്താണ് കോട്ടൺ എന്ന് പറയുന്നത് ക്ലോത്തിങ്ങിനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫാബ്രിക് ആയിരുന്നു. വാട്ടർ ഫ്രെയിം ഈസ് എസെൻഷ്യലി മെക്കാനൈസ്ഡ് ഓൾ ഓഫ് ദ പ്രോസസ് ഓഫ് സ്പിന്നിങ് ദ യാൺ ആൻഡ് റിക്വയറിങ് വെരി ലിറ്റിൽ ഹ്യൂമൻ ലേബർ. എന്താണ് യാൺ സ്പിൻ ചെയ്തെടുക്കുന്നതിൻ്റെ പ്രോസസ്സിന് മെഷീനൈസ് ചെയ്ത് വാട്ടർ ഫ്രെയിം യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ
ഹ്യൂമൻ ലേബർ ചെറിയ അളവിൽ മാത്രം മതിയായിരുന്നു. നമ്മുടെ ഈ ആർക്രൈറ്റിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇന്നോവേഷൻ ഇംഗ്ലണ്ടിനെ എന്താണ് ഇൻഡസ്ട്രി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വാസ് റെപ്ലിക്കേറ്റഡ് ഓൾ ഓവർ ദ കൺട്രി. അതെന്താണ് ആ ഒരു ഇന്നോവേഷൻ എന്താണ് ആ ഒരു രാജ്യത്ത് ഫുള്ളായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഡെവലപ്മെൻറ്റ്സ് ആണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ടൈം കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഡെവലപ്മെൻറ്റ്സ് ആണ് എന്തിൻ്റെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഡെവലപ്മെൻറ്റുകൾ, അത് മൂലം വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഈ ഇന്നോവേഷൻസിലൂടെ എന്താണ് പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിച്ചു. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഗുഡ്സിൻ്റെ എണ്ണവും വർദ്ധിച്ചു, പ്രൊഡക്ഷനും വർദ്ധിച്ചു, പല ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങി. ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, പല തരത്തിലുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഡെവലപ്മെൻറ്റ് ഓഫ് ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടറി ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് മാറി, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡൊമസ്റ്റിക് സിസ്റ്റവും ഫാക്ടറി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ. ഓക്കെ, അപ്പം എന്താണ് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് എന്താണ് ഫാക്ടറി സിസ്റ്റത്തിലേക്ക് മാറി. റൂറൽ ടു അർബൻ മൈഗ്രേഷൻ. ഇതിലൂടെ എന്താണ് റൂറൽ ഏരിയയിൽ നിന്നും ആൾക്കാർ അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പീപ്പിൾ ലെഫ്റ്റ് ഫാംസ് ടു വർക്ക് ഇൻ സിറ്റീസ്. എന്താണ് ഫാമുകൾ ഉപേക്ഷിച്ച് ആൾക്കാർ എന്താണ് സിറ്റികളിലേക്ക് മാറി, അല്ലേ? അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് മാറി, അവരുടെ ഫാമുകളൊക്കെ ഉപേക്ഷിച്ച് സിറ്റി ലൈഫിലേക്ക് മാറി. ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം. ഇതെന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് വഴിതിരിച്ചു. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഫോർ കണ്ടിന്യൂഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. എന്താണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഈ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നതിന് സഹായിച്ചു. ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ന്യൂ സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ്. എന്താണ് ഇതിലൂടെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോടെ എന്താണ് പുതിയ സാമൂഹിക സാമ്പത്തിക ക്ലാസ്സുകളൊക്കെ വളർന്നു വന്നു. വർക്കിംഗ് ക്ലാസ്, ബ്യൂറോക്രസീസ് ആൻഡ് വെൽത്തി ഇൻഡസ്ട്രിയൽ ക്ലാസ്സസ് ഒക്കെയാണ് വളർന്നു വന്നത്. കമ്മിറ്റ്മെൻറ്റ് ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് റിസർച്ചിനും ഡെവലപ്മെൻറ്റും പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആൾക്കാരിൽ വർദ്ധിച്ചു വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ന്യൂ ടെക്നോളജീസ്. പുതിയ ടെക്നോളജികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ ആൻഡ് ഗവൺമെൻറ്റൽ ഇൻട്രസ്റ്റ്സ് ഇൻ പ്രൊമോട്ടിംഗ് ഇൻവെൻഷൻസ്, ദ സയൻസ് ആൻഡ് ഓവറോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. എന്താണ് ഇൻഡസ്ട്രിയൽ ഇൻവെൻഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താണ് കൂടുതൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇൻവെൻഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു. സയൻസിലും അതുപോലെ തന്നെ ഓവറോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലും ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഡെവലപ്മെൻറ്റുകൾ ചോദിക്കുമ്പം എഴുതേണ്ടത്. എന്തൊക്കെയാണ് വ്യത്യാസമുണ്ടായത്, ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിന് എഴുതേണ്ട ആൻസർ ഇതാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ എഴുതുകയാണ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. ഇനിയിപ്പം ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ 1-2 വാചകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ 5-6 ഡെവലപ്മെൻറ്റൽ പോയിന്റുകൾ എഴുതിയാൽ മതി. ദെൻ ഇമ്പാക്ട്സ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ഇമ്പാക്റ്റുകളുണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ. എന്താണ് സാങ്കേതികപരമായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റിലൂടെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തി. എങ്ങനെയൊക്കെയാണ് പുതിയ ഇൻവെൻഷൻസ് കൊണ്ടുവന്നു, അതിലൂടെ റൈസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. അതിലൂടെ എന്താണ് ആൾക്കാർ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മാറി താമസിച്ചതോടെ അർബനൈസേഷൻ, നഗരവൽക്കരണം സാധ്യമായി. റൈസ് ഓഫ് കൺസ്യൂമറിസം. എന്താണ് ഉപഭോക്താക്കളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. ദെൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള ചേഞ്ചുകളൊക്കെ വന്നു. എന്താണ് എമർജൻസ് ഓഫ് ന്യൂ ക്ലാസ്സസ്. പുതിയ ക്ലാസ്സുകൾ വളർന്നു വന്നു. സോഷ്യൽ ഇന്നീക്വാലിറ്റി ഉണ്ടായി. സോഷ്യൽ ഇന്നീക്വാലിറ്റീസ് ഉണ്ടായി. അതായത് എന്താണ് പുതിയ ക്ലാസ്സുകളുടെ രീതിയിൽ പലതരത്തിലുള്ള ഇന്നീക്വാലിറ്റീസ് ഉണ്ടായി. റൈസ് ഓഫ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. അതിലൂടെ എന്താണ് സോഷ്യലിസവും കമ്മ്യൂണിസവും വളർന്നു വന്നു. ചൈൽഡ് ലേബർ ഇതിനൊരു കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകൾ, പാരിസ്ഥിതികപരമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് പൊല്യൂഷൻ വർദ്ധിച്ചു. പലതരത്തിലുള്ള ഇൻഡസ്ട്രികൾ, ഫാക്ടറീസ് ഒക്കെ വന്നതോടെ പൊല്യൂഷൻ കൂടുതൽ വർദ്ധിക്കുകയും
ഡിപ്ലിറ്റേഷൻ ഉണ്ടാവുകയും ക്ലൈമറ്റ് ചേഞ്ചുകൾ വർദ്ധിക്കുകയും ചെയ്തു. റിസോഴ്സ് ഡിപ്ലിറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസോഴ്സിന്റെ ലഭ്യത കുറവ് അല്ലെ, അൺഅവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മതി. ക്ലൈമറ്റ് ചേഞ്ചുകൾ വന്നു. ക്ലൈമറ്റ് ചേഞ്ചുകൾ എന്താണ്? ഈ എൻവയോൺമെന്റിലെ ഇമ്പാക്റ്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ചുകൾ, അതായത് മരങ്ങളൊക്കെ ഒരുപാട് വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ട് എന്താണ്? മഴയുടെ അളവ് കുറയുകയും ചൂട് കൂടുകയും അല്ലെ, ക്ലൈമറ്റ് ചേഞ്ചുകൾ വല്ലാണ്ടുണ്ടായി. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ നമ്മൾ പറഞ്ഞു, പരിസ്ഥിതിയെ നശിപ്പിക്കുവാൻ തുടങ്ങി. ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, അതിൻ്റെ വാട്ടർ പൊല്യൂഷൻ ഒക്കെ, അതായത് ഫോറസ്റ്റുകൾ നശിപ്പിക്കുക, മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളാണ്. ഇത്രയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാര്യത്തിൽ പഠിക്കുവാനുള്ളത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ആരും മറന്നു പോകരുത്. നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം.